ഹലോ, ഞാൻ എൻ്റെ മോന് 6 മാസം മുതൽ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി ഫുഡ് റെസിപ്പിയാണ് ഇന്ന്. ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഗ്ലാസ്സിന് 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ഗ്ലാസ് ചെറുപയർ പരിപ്പ്, 1 ഗ്ലാസ് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള കടല, 1 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ്, 1 ഗ്ലാസ് സാമ്പാർ ദാൽ. ഇനി ഇതിൻ്റെ റെഡ് ദാൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. 1 ഗ്ലാസ് കടലപ്പരിപ്പ്, 1 ഗ്ലാസ് റാഗി പൗഡറാണ്. റാഗി മൊത്തമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം. 1 ഗ്ലാസ് ഓട്സ്. ഇനി ഇതിലേക്ക് നമുക്ക് മഖാന ചേർക്കാം, ലോട്ടസിൻ്റെ സീഡും ചേർക്കാം. എൻ്റെ കയ്യില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. ഇനി ഇത് ഓരോന്ന് നന്നായി വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തിട്ട് നമ്മളൊരു പരന്ന പാത്രത്തിൽ 1/2 മണിക്കൂർ അതിലെ വെള്ളം പോകാൻ നമുക്കത് വെയിലത്ത് വെച്ചെടുക്കണം. ഇനി വെയിലില്ലാത്ത സമയമാണെങ്കിൽ പോലും നമുക്കിത് ഫാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ബാക്കി നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇപ്പോൾ അതിൽ ഞാൻ വെയിലത്ത് വെച്ച് കൊടുത്തിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോഴും അതിനൊരു സ്റ്റീലിൻ്റെ പാനാണ് എടുക്കുക. കാരണം നോൺ സ്റ്റിക്ക് എടുക്കുന്ന സമയത്ത് റോസ്റ്റ് ചെയ്യുമ്പോൾ അതിലെ കോട്ടിംഗ് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ പച്ചരി ഇപ്പോൾ ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട്. അത് നല്ല റോസ്റ്റായി വരുന്നുണ്ട്. മൊത്തമായിട്ട് കളർ മാറി നിന്നാൽ അതൊരു കരിഞ്ഞ പോലെയാവും. അതിന് നിൽക്കണം. ഈ ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന സമയത്ത് നമുക്കത് മാറ്റി വയ്ക്കാം. ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ധാന്യങ്ങളൊക്കെ മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശേ ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഒരു സെറ്റ് ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ സെറ്റിലേക്ക് പൊടിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള റോസ്റ്റ് ചെയ്തിട്ടുള്ള 1 കപ്പ് ഓട്സും അതുപോലെ തന്നെ 1 കപ്പ് കടലയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. കാരണം അതെല്ലാം ധാന്യങ്ങളാവുകൊണ്ട് ഗ്യാസിന്റെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് അയമോദം കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ലാസ്റ്റായിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് റാഗി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മിക്സ് എപ്പോഴും ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കത് ജാറിലേക്ക് ആക്കി വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനൊരു വെള്ളം വന്നിട്ട് അത് പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. ആവി പോലെ വന്നിട്ട് പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി തണുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഗ്ലാസ് ജാറിലാക്കി വെച്ചാൽ 2-3 മാസം നമുക്ക് ആവശ്യമുള്ള മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. 1-2 ടേബിൾ സ്പൂൺ നമ്മുടെ ഈ ധാന്യങ്ങളുടെ മിക്സ് എടുത്ത് അതിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള വാൾനട്ട്, ബദാം, അതുപോലെ അണ്ടിപ്പരിപ്പിൻ്റെയും മിക്സാണിത്. അതിന് 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള പനക്കൽക്കണ്ടും ചേർത്തിട്ടാണ് കുറുക്കുണ്ടാക്കുന്നത്. ഞാൻ 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് മോന് പാൽ കൊടുത്തു തുടങ്ങിയത്. അതുവരെ ഞാൻ സാധാരണ നമ്മുടെ ഒരേളം ചൂടുവെള്ളത്തിലായിരുന്നു ഇത് കുറുക്കുണ്ടാക്കിയിരുന്നത്. ഞങ്ങൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ധാന്യങ്ങൾ പൊടിക്കുന്ന സമയത്ത് തന്നെ ഈ ബദാമും അണ്ടിപ്പരിപ്പും വാൾനട്ടും അതിൻ്റെ കൂടെ തന്നെ പൊടിച്ചെടുക്കാം. ഫ്ലെയിമിലിട്ട് നമുക്കത് കുറുക്കിയെടുക്കാം. നമ്മൾ കുറുക്ക് ഏകദേശം ഒരു 90% ആയി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ നല്ല നാടൻ നെയ്യും കൂടെ ചേർത്ത് അത് മിക്സ് ആക്കി എടുക്കാം. ആ നെയ്യും കൂടെ ചേർക്കുന്ന സമയത്ത് അതിന് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ് ഉണ്ടാവുക. ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മൾ സ്പൂണിലെടുത്ത് നോക്കുമ്പോൾ അതിന് സ്പൂണിന് വീഴാത്ത രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കത് ഓഫ് ചെയ്യാം. കാരണം തണുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടെ കട്ടിയാവും. കുറുക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുക്കാണ്. കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. കാരണം നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചതാവുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ലാതെ കൊടുക്കാം. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കാം.